ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അതും പച്ചക്കറികളിൽ ക്യാമനായ മത്തങ്ങ കൊണ്ടാണ് ഈ വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 300 ഗ്രാം വരുന്ന മത്തങ്ങ കനം കുറഞ്ഞ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങ നന്നായി പാകമായി വരണം. ഇനി നമുക്ക് ഒരു സ്റ്റീമറിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുത്ത് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഉടച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ മിക്സിംഗ് ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 120 ഗ്രാം അളവിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ പകരം പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ 120 ഗ്രാം കപ്പളവിൽ വരുന്നത് 1 കപ്പും 1 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം മുട്ട ചേർത്തത് കൊണ്ട് യാതൊരു മുട്ടയുടെ സ്മെല്ലും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. കപ്പളവിൽ 1/2 കപ്പും 1 ടേബിൾ സ്പൂണുമാണ് ചേർക്കേണ്ടത്. ശേഷം ഇതിലേക്ക് നേരത്തെ സ്മാഷ് ചെയ്തെടുത്ത മത്തങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് 3/4 കപ്പ് അളവിൽ മൈദയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പുമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഫ്ലേവറിന് ഏലക്കായപ്പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ പലഹാരത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കയ്യിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കയ്യിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ പലഹാരം റെഡിയാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയാണ് കയ്യിൽ എണ്ണയിൽ ചൂടാകാൻ വെച്ചത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ ഈ കയ്യിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിലിലേക്ക് മുക്കി വെച്ച് പൊരിച്ചെടുക്കാം. പിന്നീട് കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്ത മാവ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കയ്യിൽ നിന്ന് നമുക്ക് വേർപെടുത്താം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ വെറൈറ്റി സ്നാക്ക് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോക്ലേറ്റിൽ കോട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റിൽ ഈ സ്നാക്കിൻ്റെ ഒരു വശം കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സ്നാക്കും ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പിയായ സ്വീറ്റ് പംകിൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കും മധുരം ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കും ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാലിയാകുന്ന വഴിയേ അറിയില്ല.
അത്രയ്ക്കും കിടലൻ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.